പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തിവരുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചർച്ചയിലെത്തിയത് എന്നാണ് വിവരം. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്ന ആവശ്യം കാന്തപുരം ചർച്ചയിൽ ഉന്നയിച്ചു. SIR-മായി ബന്ധപ്പെട്ട ആശങ്കകളും കാന്തപുരം പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു എന്നാണ് വിവരം. ശരത് ലാലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, നിർണായകമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ്. ഒന്ന് നിമിഷപ്രിയയുടെ കാര്യം, മറ്റൊന്ന് SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ. എങ്ങനെയാണ് കൂടിക്കാഴ്ച നടന്നത്? ഇന്ന് രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. സാധാരണ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നേതാക്കളുമായി കൂടിക്കാഴ്ച കളക്കുമ്പോൾ അതിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കാറില്ല. എന്നാൽ പതിന് വ്യത്യസ്തമായി അജിത് ഡോവൽ ഈ ചർച്ചയിൽ പങ്കെടുത്തു. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ 4 ദിവസത്തെ സന്ദർശനത്തിന് അജിത് ഡോവൽ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ അജിത് ഡോവൽ കാന്തപുരമായ കൂടിക്കാഴ്ച അതൊരു വളരെ പ്രത്യേകത നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് മാത്രമല്ല, അജിത് ഡോവലുമായി മാത്രം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാത്രമായിട്ട് പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കാന്തപുരം ചർച്ച നടത്തി എന്ന വിവരവും പുറത്തു വരുന്നു. ഏതായാലും രാഷ്ട്രീയപരമായിട്ടും മറ്റു ദേശീയപരമായിട്ടും ഒക്കെ വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ചർച്ചയായി ഇതിനെ കാണാം. കാരണം പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി നേതാക്കളൊക്കെയാണ് സാധാരണ ഇത്തരത്തിൽ ചർച്ചയിൽ ഇരിക്കുക. ഈ 30 മിനിറ്റോളം നീണ്ടുന്ന ചർച്ചയിലും അജിത് ഡോവൽ ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാന്തപുരവും പ്രധാനമന്ത്രിയുമുള്ള ചർച്ചയിൽ ഇടപെടുന്നതും അജിത് ഡോവൽ തന്നെ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാന്തപുരത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫിയും അതേപോലെ SYSന്റെ ജനറൽ സെക്രട്ടറിയും കാന്തപുരത്തിന്റെ പുത്രനും ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാം. ഏതായാലും ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ ഉത്തരേന്ത്യയിലുള്ള സമസ്തയുടെ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ സാദിഖ് നുറാനിയും കൂടി പങ്കെടുത്തു എന്നുള്ളതാണ്. ഡൽഹി ആസ്ഥാനമായി കാന്തപുരത്തിന്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട അനുയായിയാണ് സാദിഖ് നുറാനി. ഇത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട സമസ്തയുടെ മുഴുവൻ ആളുകളെയും പ്രധാനപ്പെട്ട രണ്ടാം നിരയെ പോലും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് അജിത് ഡോവലും പ്രധാനമന്ത്രിയും നടത്തിയതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് കാന്തപുരം പറഞ്ഞാൽ പോലും റോഡും മറ്റു വികസന പ്രവർത്തനങ്ങളും മാത്രമാണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് മുഖവിലക്കെടുക്കാൻ പ്രയാസമാണ്. ഇത്രയും കാരണം ഇന്ന് കോഴിക്കോടിൽ നിന്ന് ഇന്ന് ഗൾഫിലേക്ക് പോകേണ്ട കാന്തപുരമാണ് ഡൽഹി വഴി ഇന്ന് ഗൾഫിലേക്ക് തിരിച്ചത് എന്നുകൂടി നമുക്കറിയുമ്പോൾ വളരെ വലിയ ഒരു പ്രാധാന്യമാണ് ഈ ചർച്ചയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ചർച്ചയിൽ സന്തുഷ്ടനാണ് എന്നാണ് ആ ചർച്ചയ്ക്ക് ശേഷം കാന്തപുരം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും വളരെ വലിയ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ നമുക്കിതിനെ കാണണം. പുറത്ത് എന്ത് പറഞ്ഞാലും കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മലബാറിൽ വൻ സ്വാധീനമുള്ള കാന്തപുരവുമായിട്ട് ഒരു ചർച്ച അതിൽ ദേശീയ ഉപദേഷ്ടാവ് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരില്ലാത്ത രീതിയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു എന്നൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ വളരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതി.